നമസ്കാരം, ഞാൻ ശക്തി. സജ്ജനങ്ങളുമായിട്ട് നമ്മൾ ചർച്ച ചെയ്യുന്നത് വൃശ്ചികക്കൂറിൽപ്പെട്ട വിശാഖം 4-ാം പാദം അനിഴം തൃക്കേട്ട നക്ഷത്ര ജാതരുടെ ഈ 2024 വ്യാഴരാശി മാറ്റം കൊണ്ടുള്ള ബലസൂചനയാണ്. 2024 മെയ് മാസം 1-ാം തീയതി വ്യാഴം രാശി മാറുകയാണ്. അപ്പോൾ ഈ വ്യാഴം രാശി മാറുന്നത് കൊണ്ടുള്ള ഫലങ്ങൾ നമ്മളിവിടെ പറയുമ്പോൾ ഫലസാധ്യത വിലയിരുത്തുമ്പോൾ ഇതെങ്ങനെയാണ് വൃശ്ചികക്കൂറുകാരായിട്ടുള്ള വിശാഖം 4-ാം പാദം അനിഴം തൃക്കേട്ട നക്ഷത്രജാതരുടെ അനുഭവത്തിൽ വരാൻ ഇടയുള്ളതെന്ന് ചോദിച്ചാൽ, ഏതൊരു വൃശ്ചികക്കൂറുകാരനായിട്ടുള്ള നക്ഷത്രജാതൻ്റെയും ജാതകമനുസരിച്ച് 2024 മെയ് മാസം 1-ാം തീയതി മുതൽ 2025 ഏകദേശം മെയ് മാസം 15-ാം തീയതി വരെയുള്ള കാലയളവിൽ അവരെ സ്വാധീനിക്കുന്ന ദശാനാഥൻ്റെയും അപകാരനാഥൻ്റെയും സ്വാധീന ഫലങ്ങൾ എന്തൊക്കെയാണോ അതിനെ കൂടെ ആശ്രയിച്ചായിരിക്കും ഇത്തരത്തിലുള്ള ഫലങ്ങളും അനുഭവത്തിൽ വരിക എന്ന് മനസ്സിലാക്കുക. ഇനി വ്യാഴമാറ്റത്തിനെക്കുറിച്ച് പറഞ്ഞാൽ 1199 ആണ്ട് മേടമാസം 18-ാം തീയതി ബുധനാഴ്ച ദിവസം പകൽ 2:04 മേടൻ രാശിയിൽ നിന്ന് ഇടവൻ രാശിയിലേക്ക് വ്യാഴം സഞ്ചരിക്കുന്നു. ഇതാണ് വ്യാഴത്തിൻ്റെ സഞ്ചാരഗതി. അതായത് 2024 മെയ് മാസം 1-ാം തീയതി മുതൽ ഏകദേശം 2025 മെയ് മാസം 15-ാം തീയതി വരെയുള്ള കാലഘട്ടത്തിൽ വ്യാഴം ഈ രാശിയിൽ തുടരും. അങ്ങനെ നിൽക്കുന്ന ഈ കാലഘട്ടത്തിൽ വിശാഖം 4-ാം പാദം അനിഴം തൃക്കേട്ട നക്ഷത്രക്കാർക്ക് ഏതൊക്കെ തരത്തിലുള്ള ഫലങ്ങളാണ് അനുഭവത്തിൽ വരാനിടയുള്ളതെന്ന് ചോദിച്ചാൽ, ഇവർക്ക് വ്യാഴത്തിൻ്റെ സ്ഥിതി എന്ന് പറയുന്നത് കളത്രഭാവമായ 7-ലേക്കാണ്. അതോടെ തന്നെ വ്യാഴം ഇടവൻ രാശിയിൽ സ്ഥിതി ചെയ്യുമ്പോൾ വ്യാഴം സ്ഥിതി ചെയ്യുന്ന ഇടവൻ രാശിയുടെ 5-ാം ഭാവമായ കന്യരാശിയിലേക്കും 7-ാം ഭാവമായ വൃശ്ചികൻ രാശിയിലേക്കും 9-ാം ഭാവമായ മകരൻ രാശിയിലേക്കും ദൃഷ്ടിയുണ്ട്. അപ്പം 7-ാം ഭാവമായ വൃശ്ചികൻ രാശിയിലേക്ക് ദൃഷ്ടി വരുന്നുണ്ട് എന്ന് മാത്രമല്ല, വേറൊരു തരത്തിൽ പറഞ്ഞാൽ വ്യാഴം ശുഭസ്ഥാനത്താണ്. ശുഭസ്ഥാനത്ത് വ്യാഴം വരുമ്പോഴുള്ള ഒരു ഫലം എന്ന് പറയുന്നത്, കുടുംബത്തിൽ തറവാട്ടിൽ ഒരു വിവാഹം നടക്കാനിടയുണ്ട്. ഒരു മംഗളകർമ്മം തീർച്ചയായിട്ടും നടക്കും. 2024 മെയ് മാസം 1-ാം തീയതി മുതൽ 2025 ഏകദേശം മെയ് മാസം 15-ാം തീയതി വരെയുള്ള കാലഘട്ടത്തിനുള്ളിൽ ഈ നക്ഷത്രജാതരുടെ വൃശ്ചികക്കൂറിൽപ്പെട്ട വിശാഖം 4 അനിഴം തൃക്കേട്ട നക്ഷത്രജാതരുടെ കുടുംബത്തിൽ ഏതെങ്കിലും തരത്തിലുള്ളൊരു വിവാഹം നടന്നു മാറാനിടയുണ്ട്. ഒരു മംഗളകർമ്മം നടക്കണം. വിവാഹമായിരിക്കാം, ഗൃഹനിർമ്മാണത്തിലുള്ള കല്ലിടിച്ചിലാവാം, സൽപുത്ര ജനനമാവാം, ഏതെങ്കിലും തരത്തിലുള്ള നിലവിളക്ക് കൊളുത്തി വെച്ചുകൊണ്ടുള്ളൊരു മംഗളകർമ്മം നടന്നു മാറുവാനുള്ള സാധ്യത വളരെയേറെ കൂടുതലാണ്. അതുപോലെ തന്നെ വിശേഷപ്പെട്ട ദേവാലയ ദർശന യോഗമടക്കം ചേർന്ന് വരുന്നതാണ്. അത് ദൂരദേശത്തുള്ള ഏതെങ്കിലും ഒരു ദേവാലയത്തിൽ ദർശനം നടത്താനോ ആ ദർശനവുമായിട്ട് ബന്ധപ്പെട്ട് മാനസിക സന്തോഷം ഉണ്ടാക്കിയെടുക്കുവാനോ ഒക്കെ സാധിക്കും. വേർപിരിഞ്ഞ് കഴിയുന്ന ഭർത്താക്കന്മാർക്ക് ഒരുമിച്ച് കൂട്ടുവാനും അവരുടെ പ്രതിസന്ധികളും പ്രശ്നങ്ങളും എല്ലാം പറഞ്ഞു തീർത്തുകൊണ്ട് പഴയ രീതിയിലുള്ളൊരു പ്രണയവും സ്നേഹവും കരുതലുമൊക്കെ വീണ്ടെടുക്കുവാനും സാധിക്കും. സാമ്പത്തികപരമായിട്ടുള്ള നേട്ടങ്ങളെന്ന് പറയുന്നത് വിവാഹ വിഷയങ്ങളെ ചൊല്ലി തന്നെ ആയിരിക്കും. വിവാഹ വിഷയങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് തന്നെ ആയിരിക്കും സാമ്പത്തികപരമായിട്ടുള്ള നേട്ടങ്ങൾ ഉണ്ടാവുക. സാമ്പത്തികപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ പരിഹരിക്കുവാനുള്ള പരിശ്രമങ്ങൾ ഏകദേശം വിജയിക്കാനാണ് സാധ്യത. കുടുംബപരമായിട്ട് നിലനിന്നിരുന്ന ചില അഭിപ്രായ വ്യത്യാസങ്ങൾ, സ്വത്തുക്കൾ സംബന്ധിച്ചിട്ടുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ പോലും അനുകൂലമായ രീതിയിൽ പരിഹരിക്കുവാൻ ഈ കാലഘട്ടത്തിൽ വിശേഷ ബുദ്ധി ഉണ്ടാകുമെന്നുള്ളതാണ് എടുത്തു പറയേണ്ടത്. കാരണം സാമ്പത്തികമായിട്ടുള്ള നേട്ടങ്ങൾക്ക് വേണ്ടിയുള്ള പരിശ്രമം, വളരെ ആത്മാർത്ഥമായിട്ടുള്ള പരിശ്രമം, അത് വിജയിക്കാനിടയുണ്ട്. സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ നീക്കുക മാത്രമല്ല, കടബാധകളിൽ നിന്നുള്ള മോചനം ലഭിക്കുക മാത്രമല്ല, ഏതൊരു കാര്യത്തിലും തൻ്റേതായിട്ടുള്ള ഒരു വ്യക്തിപ്രഭാവം എല്ലാ മേഖലയിലും പ്രദർശിപ്പിക്കുവാൻ ഈ കാലഘട്ടം അനുകൂലമാണ്. വിദ്യാർത്ഥികളെ സംബന്ധിച്ച് വിദ്യാഭ്യാസ വിഷയത്തിൽ ഏറ്റവും കൂടുതൽ നേട്ടങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നൊരു കാലഘട്ടമാണ്. ഏറ്റവും കൂടുതൽ ഗുണഫലങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നൊരു കാലഘട്ടമാണ്. അറിഞ്ഞു പഠിച്ചാൽ അറിയാതുയരാം എന്ന് പറയുന്നൊരവസ്ഥ തന്നെയാണ് ഈ കാലഘട്ടത്തിൽ. വളരെയേറെ നേട്ടങ്ങളും ഗുണഫലങ്ങളും ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. സ്വന്തമായിട്ടൊരു ഗൃഹം നിർമ്മിക്കാമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് ഭൂമി വാങ്ങിക്കുവാൻ വേണ്ടുന്ന പരിശ്രമം വിജയിക്കും. ഭൂമി ഉണ്ടായിട്ടും അതൊരു ഗൃഹനിർമ്മാണം ആരംഭിച്ചു വെക്കണമെന്ന് വിചാരിക്കുന്നവരെ സംബന്ധിച്ച് അത്തരം കാര്യങ്ങളിൽ ആരംഭിക്കുവാൻ കഴിയും. അതുപോലെ തന്നെ ഈ ഏതെങ്കിലും തരത്തിലുള്ള പുതിയ വ്യവസായമോ കച്ചവടമോ തുടങ്ങണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് അത്തരം കാര്യങ്ങൾ ആരംഭിക്കുവാൻ സാധിക്കും. വിദേശയാത്രാ സംബന്ധമായിട്ടുള്ള ആഗ്രഹ സാഫല്യം ഉണ്ടാകും.
വിദ്യാഭ്യാസ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് വിദേശത്ത് പോകണമെന്ന് ആഗ്രഹിക്കുന്നവരെ സംബന്ധിച്ച് അത്തരം കാര്യങ്ങളും നടക്കും. അതായത് ഏത് കാര്യത്തിലാണോ അവരെ ഒരു ആഗ്രഹം വെച്ച് പുലർത്തുന്നത്, പ്രത്യേകിച്ച് ഈ പ്രണയിക്കുന്ന കമിതാക്കളെ സംബന്ധിച്ച് അവരുടെ വിവാഹത്തിന് ഒരു അനുകൂലമായ തീരുമാനം ഉണ്ടായിരുന്നെങ്കിൽ എല്ലാവരും സഹകരിച്ചിരുന്നെങ്കിൽ എന്നൊക്കെ ആഗ്രഹിക്കുകയാണെങ്കിൽ അത്തരത്തിലുള്ള കാര്യങ്ങളിലും വിജയമുണ്ടാകും. അതായത് തൊടുന്ന മേഖലയിലെല്ലാം അവർക്ക് അനുകൂലമായൊരു ഫലം പ്രതീക്ഷിക്കും. ഒരു തരത്തിലും ഒരു ദോഷഫലം വരുന്നത്, ദോഷഫലം എന്ന് പറയുന്നത് അർദ്ധാഷ്ടമ ശനിയുടെ ദോഷമുണ്ട്. അത് ശനിയെ സംബന്ധിച്ച് നോക്കുമ്പോൾ അർദ്ധാഷ്ടമ ശനി ദോഷം ഇനിയുണ്ട്, 1.5 വർഷം കിടക്കുന്നുണ്ട്. എങ്കിൽ പോലും അതിൻ്റെ ഇടയിൽ കുടുംബപരമായിട്ടുള്ള സന്തോഷം, അല്ലെങ്കിൽ ഈ നേരത്തെ പറഞ്ഞ പോലെ വിവാഹ വിഷയങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് കളത്രങ്ങളുമായിട്ട് ബന്ധപ്പെട്ടുള്ള ആനുകൂല്യങ്ങൾ, അതുപോലെ തന്നെ സന്തോഷാവസരങ്ങൾ എല്ലാം തന്നെ ഏറ്റവും കൂടുതൽ ഗുണകരമായ രീതിയിലേക്ക് പോകും. ഭാര്യയ്ക്കാണെങ്കിൽ ഭർത്താവിന് നേട്ടം, ഭർത്താവിനാണെങ്കിൽ ഭാര്യയ്ക്ക് നേട്ടം എന്നുണ്ടെങ്കിൽ ഭാര്യാഭർത്തൃ ബന്ധത്തിൽ തന്നെ വളരെയേറെ നേട്ടങ്ങളും ഗുണങ്ങളും ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നൊരു കാലഘട്ടമാണ്. തൊഴിൽപരമായിട്ട് ഏതെങ്കിലും തരത്തിലുള്ള ഒരു അകന്ന് കഴിയുന്നവരാണെങ്കിൽ ഭാര്യയ്ക്കും ഭർത്താവിനും കൂടെ ഒരുമിച്ച് പോകാൻ പറ്റുന്ന തരത്തിലേക്കുള്ള അനുകൂലമായിട്ടുള്ള സ്ഥലം മാറ്റം ലഭിക്കാനിടയുണ്ട്. തൊഴിൽപരമായിട്ടുള്ളൊരു പുരോഗതിക്ക് വേണ്ടിയിട്ടുള്ള പരിശ്രമം വിജയിക്കും. അതുപോലെ തന്നെ തൊഴിൽ മേഖലയിൽ നിന്നും ഏതെങ്കിലും തരത്തിൽ അധിക വരുമാന ലഭ്യത ഉണ്ടാകും. തൊഴിൽ മേഖലയിൽ സ്ഥാനമാറ്റത്തിനോ സ്ഥലം മാറ്റത്തിനോ വേണ്ടി പരിശ്രമിക്കുകയാണെങ്കിൽ അത്തരം കാര്യങ്ങളിൽ വിജയം ഉണ്ടാകുന്നതാണ്. ചുരുക്കത്തിൽ ഏർപ്പെടുന്ന കാര്യത്തിലെല്ലാം വിജയം പ്രതീക്ഷിക്കാവുന്ന ഒരു കാലഘട്ടമാണ്. സമയം നല്ലതാണ്. വ്യാഴത്തിൻ്റെ രാശിമാറ്റം എന്ന് പറയുന്നത് വൃശ്ചികക്കൂറുകാരെ സംബന്ധിച്ച് വളരെയേറെ നേട്ടങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും, വളരെയേറെ ഗുണഫലങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അതിലേറ്റവും പ്രധാനമായിട്ട് പറഞ്ഞാൽ ചില അധിക ചുമതലകൾ വഹിക്കേണ്ടി വരും. ആഗ്രഹിച്ചിരുന്ന ചില സ്ഥാനമാനങ്ങൾ ഇടയുണ്ടെങ്കിൽ പോലും അത്തരം സ്ഥാനമാനങ്ങൾ മോഹിച്ചിരുന്നവരായിട്ടുള്ളവരുടെ കുത്തിത്തിരിപ്പും പാരവയ്പ്പുകളൊക്കെ പ്രതീക്ഷിച്ചു വന്നിരിക്കണം. സ്ഥാനമാനങ്ങളിലൊക്കെ പരിഗണിക്കപ്പെടാനുണ്ട്. എങ്കിൽ പോലും അതൊരു മനസുഖം കിട്ടുന്നതായിരിക്കില്ല. തുടർച്ചയായിട്ട് ശത്രുക്കൾ ആ സ്ഥാനം മോഹിച്ചിരുന്നവർ അത് കിട്ടാത്തത് കൊണ്ടുള്ള വൈഷമ്യം കൊണ്ട് ഏതെങ്കിലും തരത്തിൽ ഇപ്പോൾ ഈ സ്ഥാനത്തിരിക്കുന്ന ഈ നക്ഷത്രജാതനെ മോശക്കാരനാണെന്ന് വരുത്തി തീർക്കാൻ വേണ്ടുന്ന പിന്നണി പണികൾ നോക്കുവാനിടയുണ്ടെന്നുള്ളത് ശ്രദ്ധിക്കേണ്ടതാണ്. ചുരുക്കത്തിൽ ഏറ്റവും കൂടുതൽ ഗുണഫലങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നൊരു കാലഘട്ടമാണ്. ഈ ഗുണഫലങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന കാലഘട്ടത്തെ വേണ്ട രീതിയിൽ ഉപയോഗിച്ചാൽ ഏറ്റവും കൂടുതൽ നേട്ടങ്ങൾ ഉണ്ടാക്കിയെടുക്കാം. അതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് സാമ്പത്തികമായിട്ടുള്ള ഭദ്രത ഉണ്ടാക്കിയെടുക്കാൻ ശ്രമിക്കണം. കുടുംബപരമായിട്ടാണെങ്കിലും തറവാട് സംബന്ധമായിട്ടാണെങ്കിലും ലഭിക്കേണ്ട സ്വത്തുക്കളൊക്കെ വാങ്ങിച്ച് നമ്മൾ പൂതിരി കളയാതെ എന്തെങ്കിലുമൊക്കെ ഒരു അടിസ്ഥാനം ഉണ്ടാക്കിയെടുക്കാൻ ശ്രമിക്കണം. അതുപോലെ തന്നെ തൊഴിൽ മേഖലയിലുള്ള പ്രശ്നങ്ങളിൽ നിന്ന് മോചനം ലഭിക്കാനിടയുണ്ട്. തൊഴിൽ മേഖലയിൽ ശത്രുക്കളായിട്ട് നിന്നവരിൽ നിന്ന് തന്നെ ഒരു അനുകൂല സമീപനം ഈ കാലഘട്ടത്തിൽ പ്രതീക്ഷിക്കാം. അവർ മിത്രങ്ങളായിട്ട് മാറുക മാത്രമല്ല അവരിൽ നിന്നും ചില നേട്ടങ്ങളും സഹായങ്ങളും വരെ പ്രതീക്ഷിക്കാവുന്ന ഒരു കാലഘട്ടമാണ് എന്ന തിരിച്ചറിവോടുകൂടെ തന്നെ നമ്മൾ മുന്നോട്ട് പോകണം. നമുക്ക് ചുറ്റുമുള്ളവരെല്ലാം നമ്മുടെ ശത്രുക്കളാണെന്ന് പറയുന്നത് വിദ്യാധരണ വെച്ച് പുലർത്തേണ്ട ഒരു കാര്യമില്ല. കാര്യങ്ങൾ ഏറ്റവും കൂടുതൽ ഗുണകരമായിട്ട് തന്നെയാണ് മുന്നോട്ട് പോകാൻ സാധ്യത. പിന്നെ നമ്മൾ ഓരോരുത്തരുടെയും ജാതകം അനുസരിച്ച് നേരത്തെ പറഞ്ഞ പോലെ ജാതകത്തിലെ ദശാനാഥന അപകാരനാഥനും പ്രതികൂലനാണെങ്കിൽ ഈ പറയുന്ന ഗുണഫലങ്ങൾക്ക് കോട്ടം വരും. ഇനി ദശാനാഥനും അപകാരനാഥനും അനുകൂലാവസ്ഥയിലാണെങ്കിൽ ഈ പറഞ്ഞിരിക്കുന്ന ഫലങ്ങളൊക്കെ അതിൻ്റെ 3 ഇരട്ടിയായിട്ട് അനുഭവത്തിൽ വരും. ഒരുപാട് നേട്ടങ്ങൾ. എങ്കിൽ പോലും വ്യാഴത്തിൻ്റെ സ്ഥിതി കൊണ്ട് മംഗളകർമ്മങ്ങളും മനസ്സന്തോഷം, സ്വർണ്ണാഭരണ സിദ്ധി, മഞ്ഞലോകത്തിൻ്റെ സിദ്ധി ഉണ്ടാകും. 1 ഗ്രാമെങ്കിലും അല്ലെങ്കിൽ 100 മില്ലിയെങ്കിലും സ്വർണം കയ്യിൽ വന്നിരിക്കും. ഇതാണ് ഈ ഒരു വ്യാഴമാറ്റം കൊണ്ട് പറയുന്നത്. പിന്നെ പണയപ്പെടുത്തിയിരിക്കുന്ന സ്വർണ്ണാഭരണങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ തിരിച്ചടിപ്പിക്കാൻ സാധിക്കും. പണയപ്പെടുത്തിയിരിക്കുന്ന ഭൂമി ഉണ്ടെങ്കിൽ അത് ജീവിത പങ്കാളിയുടെ ബന്ധുക്കളുടെയോ അല്ലെങ്കിൽ ജീവിത പങ്കാളിയുടെ ധനസമ്പാദനത്തിൽ നിന്നുള്ള ധനം കൊണ്ടോ ജീവിത പങ്കാളിയുമായിട്ട് ബന്ധപ്പെട്ട ധനം കൊണ്ടോ ഒക്കെ തന്നെ അതൊക്കെ എടുക്കാൻ സാധിക്കും. അതായത് വിവാഹ വിഷയവുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഷയങ്ങളിലൂടെയുള്ള നേട്ടം. ഭാര്യയുടെ സ്വത്ത് വിറ്റതാണ്, അല്ലെങ്കിൽ ഭർത്താവിൻ്റെ സ്വത്ത് വിറ്റതാണ്, ഭാര്യയുടെ സ്വർണം വിറ്റതാണ്, അല്ലെങ്കിൽ ഭാര്യയ്ക്ക് കിട്ടാനുണ്ടായിരുന്ന തുക കിട്ടിയതാണ്, അതുകൊണ്ട് ഞങ്ങൾ നേടി എന്നൊക്കെ പറയുന്ന തരത്തിൽ നേട്ടങ്ങളിൽ നിന്ന് നേട്ടങ്ങളിലേക്ക് കുതിക്കുവാനിട ഒരു കാലഘട്ടമാണ്. അപ്പം അതുകൊണ്ട് തന്നെ ഒരു തരത്തിലുള്ള നിരാശയും വേണ്ട. ഇപ്പം ശനി നേരത്തെ പറഞ്ഞ പോലെ അർദ്ധാഷ്ടമ ശനി ദോഷമായിട്ട് ശാരീരികമായിട്ടുള്ള രോഗദുരിതങ്ങളും കാൽമുട്ടിന് താഴേക്കുള്ള വൈഷമ്യങ്ങളും ബുദ്ധിമുട്ടും ഒക്കെ നൽകുന്നുണ്ടെങ്കിൽ പോലും വ്യാഴം അനുകൂല ഭാവത്തിൽ വരുമ്പോൾ ഈ നിരാശയും ബുദ്ധിമുട്ടുമൊക്കെ മാറി മനസ്സന്തോഷത്തിലൂടെ പോകുന്ന തരത്തിലേക്ക് ഏറ്റവും കൂടുതൽ ഒരു നല്ല ഒരു സാഹചര്യത്തിലേക്ക് എത്തും. ഇപ്പം മനസ്സിനൊരു ആകാംക്ഷയും ഒരു ടെൻഷനും പിരിമുറുക്കമൊക്കെ ഉണ്ട്. വ്യാഴം മാറിക്കഴിയുമ്പോൾ ആ ടെൻഷനും പിരിമുറുക്കമൊക്കെ അങ്ങോട്ട് മാറിയിട്ട്
മനസന്തോഷമുണ്ടാകും. മനസ്സിനെ ഏകാഗ്രമാക്കി കൊണ്ടുപോകാൻ പറ്റും. മനസ്സിൻ്റെ ഒരു ചഞ്ചലപ്പില്ലാതെ മനസ്സിനെ ഒരു നല്ല സന്തോഷ ഭാവത്തിൽ തന്നെ കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു അനുകൂലമായ സാഹചര്യമാണ്. അപ്പോൾ അനുകൂലമായ സാഹചര്യത്തെ എത്രത്തോളം നിങ്ങൾക്ക് പ്രയോജനപ്പെടുത്തി എടുക്കുവാൻ സാധിക്കുന്നു എന്നുള്ളതിനെ സംബന്ധിച്ച് നിങ്ങൾ ഓരോരുത്തരും ആലോചിച്ച് അവസരങ്ങളെ കഴിയുന്നത്ര പ്രയോജനപ്പെടുത്തുക. ഭാവിയിലേക്ക് വേണ്ടിയിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്കും കുഞ്ഞുങ്ങൾക്കും കുട്ടികൾക്കുമൊക്കെ വേണ്ടി എത്രത്തോളം നമ്മളുടെ ഈ ഒരു അനുകൂല അവസരത്തെ, ഭാഗ്യ അവസരത്തെ പ്രയോജനപ്പെടുത്താൻ സാധിക്കുമെന്ന് ആലോചിച്ചുകൊണ്ട് ചിന്തിച്ചുകൊണ്ട് അതിനെ കഴിയുന്നത്ര പ്രയോജനപ്പെടുത്തിക്കൊണ്ട് പോവുക. ആ പ്രയോജനപ്പെടുത്തി എടുക്കുന്ന നേട്ടങ്ങൾ കൊണ്ട് ഭാവിയിൽ അല്ലലില്ലാതെ കഴിയുക എന്ന് മാത്രമാണ് ഈ ഒരു വ്യാഴ രാശിമാറ്റ ഫല വിവരണത്തിലൂടെ സൂചിപ്പിക്കാനുള്ളത്. ഇവിടെ ഇപ്പം ദോഷപരിഹാരങ്ങളൊന്നും പറയേണ്ട കാര്യമില്ല. വ്യാഴത്തെക്കുറിച്ചുള്ള കാര്യമാണ് പറയുന്നത്. അല്ലെങ്കിൽ നമ്മൾ ദോഷപരിഹാരമൊന്നും പറയണ്ട. ഇനി എന്തെങ്കിലും ദോഷം ചെയ്യണമെങ്കിൽ, ദോഷപരിഹാരം ചെയ്യണമെങ്കിൽ തന്നെ ശനിദോഷ പരിഹാരം ചെയ്താൽ മതി. ശനിയാഴ്ച ദിവസം നീല നിറത്തുള്ള വസ്ത്രം ധരിക്കുക. അത് 2025 വരെ ഉണ്ട് ശനിദോഷം. 2025 അവസാനം വരെ ഉണ്ട്. അപ്പം ആ ദോഷം, അത്രയും കാലഘട്ടത്തിൽ ശനിയാഴ്ച തോറും നീല നിറത്തുള്ള വസ്ത്രം ധരിക്കുക. അസ്തമയ ശേഷം ശാസ്താവിന് നീരാജനം സമർപ്പിക്കുക. ശനിയാഴ്ച ദിവസം പകൽ സമയങ്ങളിൽ കാക്കയ്ക്ക് എല്ലാം ധൈര്യം കലർത്തി ചോറ് കൊടുക്കുക എന്നുള്ളതാണ് ശനിദോഷ പരിഹാരം. ശനിയാഴ്ച ദിവസം നീല നിറത്തുള്ള വസ്ത്രം ധരിക്കുന്നതും കാക്കയ്ക്ക് എല്ലാം ധൈര്യം കലർത്തി ചോറ് കൊടുക്കുന്നതും ശനിദോഷ പരിഹാരമായിട്ട് തന്നെയാണ് ജ്യോതിഷത്തിൽ പറയുന്നത്. അത് ശനിയുമായി ബന്ധപ്പെട്ട കാര്യമാണ്. എങ്കിലും ഈ നക്ഷത്ര ജാതകരുടെ ദോഷം പറയുമ്പോൾ ശനിദോഷമേ ഉള്ളൂ, വ്യാഴദോഷമില്ല. വ്യാഴം മാറുന്നത് ഇവർക്ക് ഗുണകരമായിട്ടുള്ള അനുകൂലമായ തരത്തിലേക്കാണെന്ന് മാത്രമാണ് നമുക്ക് പറഞ്ഞ് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നത്.